ربي اغفر لي وارحمني واجبرني وارفعني وارزقني واهدني وعافني واعف عني. ഭിന്നശേഷിയുള്ള ആയുർവേദ ഡോക്ടർമാർക്ക് സർക്കാർ സർവീസിൽ ജോലിക്കുള്ള അവസരം നിഷേധിച്ച് PSC. ഭിന്നശേഷിയുള്ളവർക്കായി സംവരണം ചെയ്ത 35 ഒഴിവുകൾ ജനറൽ കാറ്റഗറിയിലേക്ക് മാറ്റിയാണ് PSC ഇവരുടെ അവസരം ഇല്ലാതാക്കിയത്. കോടതി വിധി പോലും ലംഘിച്ചുള്ള ഈ നീക്കത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും സമീപിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായതുമില്ല. ഇപ്പോൾ ഒരു തെരുവ് നായക്ക് പോലും ഇത്ര സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങൾ ഒരു വികലാംഗരായ നമ്മളെ ഒരു രീതിയിലും പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ സങ്കടമുണ്ട്. അർഹതയുണ്ടായിട്ടും ജോലി നിഷേധിക്കപ്പെട്ടവരുടെ വാക്കുകളാണിത്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാനം പ്രതീക്ഷിച്ച് ആയുർവേദ മെഡിക്കൽ പഠനം പൂർത്തിയാക്കി. ഭിന്നശേഷിക്കാർക്കുള്ള സംവരണ കോട്ടയിൽ ആയുർവേദ മെഡിക്കൽ ഓഫീസറാകാനുള്ള അവസരം കാത്തിരുന്നു. അപ്പോഴാണ് PSCയുടെ വക തിരിച്ചടി. ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്ത മുൻഒഴിവുകളിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ ആ വിഭാഗത്തിൽ അപ്പോൾ ഉദ്യോഗാർത്ഥികളില്ലെങ്കിൽ ജനറൽ പട്ടികയിൽ നിയമനം നടത്താൻ തീരുമാനിച്ച് PSC സർക്കുലർ ഇറക്കി. ഇതനുസരിച്ച് ഭിന്നശേഷിയുള്ളവർക്കായി സംവരണം ചെയ്ത 35 മെഡിക്കൽ ഓഫീസർ സീറ്റുകൾ ജനറൽ വിഭാഗക്കാർക്ക് കിട്ടി. 2012 അവസാനമായിട്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. അതിനുശേഷം ബാക്ക്ലോഗ് സീറ്റ് നിലവിലുണ്ടായിട്ട് കൂടെ ഇതുവരെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടില്ല. ശാരീരിക വൈകല്യങ്ങൾ ഉള്ളതിനാൽ സ്വകാര്യ ആശുപത്രികൾ ഇവരെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നുമില്ല. നമുക്ക് ആരെയും പഴിക്കാനില്ല, പക്ഷെ നമുക്ക് അർഹമായത് നേടിത്തരാൻ PSC തയ്യാറാവണം. വകുപ്പിൽ ആകെയുള്ള 744 ആയുർവേദ മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തികയിൽ നിലവിൽ ഭിന്നശേഷിക്കാർക്കായുള്ള 5 ഒഴിവുകളുണ്ട്. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ ഭിന്നശേഷിക്കാരുടെ ഒഴിവ് കൃത്യമായി രേഖപ്പെടുത്താത്തതും വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയ്ക്ക് സഹായകരമാകുന്നു. സ്കൂളുകളിലെ ഒഴിവുകളിലേക്ക് കാഴ്ചയിലും കേൾവിയിലും പരിമിതിയുള്ളവരെ മാത്രം പരിഗണിക്കുന്നതിനാൽ തട്ടിപ്പ് സംഘത്തിന്റെ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കാനും എളുപ്പമാണ്. കോഴിക്കോട് കുറ്റ്യാടി കേന്ദ്രീകരിച്ച് വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി നൽകുന്ന സംഘത്തെക്കുറിച്ച് മനോരമ ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അധ്യാപക യോഗ്യതയുള്ള 53 ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾ കോഴിക്കോട് ജില്ലയിൽ മാത്രമുണ്ടെന്നാണ് കണക്ക്. വർഷങ്ങളായി അവർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ആ സ്ഥാനത്തേക്ക് വ്യാജന്മാർ കടന്നുകൂടുന്നത്. സ്ഥിരം ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെടുന്ന അബ്ദുൽ ജലീൽ മാഷിന്റെ അനുഭവം നമുക്ക് കേൾക്കാം. കഴിഞ്ഞ ആഴ്ച പോലും ബ്ലൈൻഡായിട്ട് വന്ന് സർട്ടിഫിക്കറ്റുമായി വന്ന ഒരാൾക്ക് ഞങ്ങൾ ജോലി കൊടുത്തു എന്ന് വളരെ അവകാശവാദത്തോടു കൂടി പറയുന്നതുണ്ടായി. ഒരുപാട് വർഷങ്ങളായിട്ട് ജോലി കാത്തിരിക്കുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക ഒഴിവുകളിൽ കാഴ്ച പരിമിതിയുള്ളവർക്കാണ് ആദ്യ അവസരം, പിന്നെ കേൾവി പരിമിതിയുള്ളവർക്ക്. അതിനുശേഷം ചലന വൈകല്യമുള്ളവരെയും മറ്റു വിഭാഗത്തിലുള്ളവരെയും പരിഗണിക്കണമെന്നാണ് നിയമം. എന്നാൽ ആദ്യ 2 വിഭാഗത്തിലുള്ളവരെ മാത്രമേ പലപ്പോഴും പരിഗണിക്കാറുള്ളൂ. ആയുർവേദ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് ഭിന്നശേഷിക്കാർക്കായുള്ള PSCയുടെ വിജ്ഞാപനം വന്നിട്ട് 4 വർഷം പിന്നിടുന്നു. ഭിന്നശേഷിക്കാർക്ക് മാറ്റിവെച്ച ഒഴിവുകളിലേക്ക് പൊതുറാങ്ക് പട്ടികയിൽ ഉദ്യോഗാർത്ഥികളില്ലെങ്കിൽ പ്രത്യേക വിജ്ഞാപനം ക്ഷണിക്കുന്നതായിരുന്നു ആദ്യം പിന്തുടർന്നിരുന്ന രീതി. എന്നാൽ 2013 ഏപ്രിൽ 10 PSC പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം ഇത്തരത്തിൽ പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടതില്ലെന്ന് പറഞ്ഞിരുന്നു. സർക്കുലർ ചൂണ്ടിക്കാട്ടി ഭിന്നശേഷിക്കാരുടെ പുനർവിജ്ഞാപനം PSC നിർത്തിവെച്ചു. നിയമാനുസൃതമായി നമുക്ക് 35 സീറ്റ് ഉണ്ടെന്നാണ് ഹൈക്കോടതി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞങ്ങളെ നിയമപരമായിട്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി വിളിക്കുക എന്നുള്ളതാണ് PSCക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഭിന്നശേഷിക്കാരെ കൊണ്ട് ഒഴിവുകൾ നികത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതേ റാങ്ക് പട്ടികയിൽ നിന്ന് ഭിന്നശേഷിക്കാരല്ലാത്തവരെ നിയമനത്തിന് ശുപാർശ ചെയ്യണമെന്നും PSC സർക്കുലറിൽ ഉണ്ടായിരുന്നു. ഇതനുസരിച്ച് ഭിന്നശേഷിക്കാർക്കുള്ള ആയുർവേദ ഡോക്ടർമാരുടെ ഒഴിവുകൾ പൊതുവിഭാഗക്കാരെ ശുപാർശ ചെയ്ത് നികത്തുകയും ചെയ്തു. അതുകൊണ്ട് 2013 തൊട്ട് സത്യം പറഞ്ഞാൽ ഈ സെക്രട്ടേറിയറ്റിലെ മറ്റു ഉദ്യോഗസ്ഥരുടെ അടുത്തും ഞങ്ങൾ കയറി ഇറങ്ങുന്നുണ്ട്. അവർ പറയുന്നത് ഇപ്പം PSCയിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, അതൊരു ഓട്ടോണമസ് ബോഡിയാണ്. 2015 ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്താൻ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം കേന്ദ്രം നിർദ്ദേശം നൽകിയെങ്കിലും PSC നടപടി സ്വീകരിച്ചിട്ടില്ല. ഇതോടെ 3% ഒഴിവുകൾ ഭിന്നശേഷിക്കാർക്കായി നീക്കിവെക്കണമെന്ന മാനദണ്ഡം അട്ടിമറിക്കപ്പെട്ടുവെന്നും ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെടുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കോട്ടയത്ത് എയ്ഡഡ് സ്കൂളിലെ 3 അധ്യാപകരുടെ റദ്ദാക്കിയ നിയമനം തിരികെ ലഭിക്കാൻ കോഴ വാങ്ങുന്നതിനിടെ ഇടനിലക്കാരൻ പിടിയിലായി. വടകര സ്വദേശിയും വിരമിച്ച അധ്യാപകനുമായ വിജയനാണ് കൊച്ചിയിൽ വിജിലൻസിന്റെ പിടിയിലായത്. 1.5 ലക്ഷം രൂപയും പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജൂലിയറ്റ് സെബാസ്റ്റ്യൻ ചേരുകയാണ്. ജൂലിയറ്റ്, എന്ത് വിശ്വസിപ്പിച്ചാണ് ഇയാൾ ഇവരിൽ നിന്നൊക്കെ പണം വാങ്ങിയിരുന്നത്? എങ്ങനെയാണ് കുടുങ്ങിയത്? പ്രജുല,
കോട്ടയത്തെ ഒരു എയ്ഡഡ് സ്കൂളിലെ 3 അധ്യാപകരുടെ നിയമനം റദ്ദാക്കുന്നു. ഈ നിയമനം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ഇവർ അപ്പീൽ പോകുന്നു. അപ്പീൽ നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ അധ്യാപകരെ കോഴിക്കോട് വടകര സ്വദേശിയായ വിജയൻ എന്നൊരു റിട്ടയർഡ് അധ്യാപകനെ സമീപിക്കുന്നു. 2 ലക്ഷം രൂപ സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥന് കൈക്കൂലിയായി നൽകിയാൽ ഈ നിയമനം പുനഃസ്ഥാപിച്ചു നൽകാമെന്നാണ് ഇവർ ഈ അധ്യാപകനെ പറഞ്ഞു വിശ്വസിപ്പിച്ചത്. ആദ്യം 2 ലക്ഷം രൂപ എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അത് 1.5 ലക്ഷം രൂപയായി കുറയ്ക്കുകയും ചെയ്തു. കൊച്ചിയിലെത്തുക, കൊച്ചിയിൽ വാട്ടർ മെട്രോ സ്റ്റേഷനടുത്തുള്ള അതായത് ഹൈക്കോടതി പരിസരത്തേക്ക് എത്തി ഈ പണം കൈമാറാമെന്നായിരുന്നു ധാരണ. ഈ അധ്യാപകരിൽ ഒരാൾ ഇത് വിജിലൻസിനെ അറിയിക്കുന്നു. അങ്ങനെ കോട്ടയം വിജിലൻസ് സംഘം എത്തുകയും ഈ പണം കൈമാറുന്നതിനിടെ ഈ വിജയനെ പിടികൂടുകയുമാണ് ചെയ്തത്. 1.5 ലക്ഷം രൂപയും വിജിലൻസ് പിടികൂടിയിട്ടുണ്ട്. എന്തായാലും ആരാണ് സെക്രട്ടേറിയറ്റിലെ ഒന്നിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാനെന്നാണ് ആദ്യഘട്ടത്തിൽ ഇയാൾ അധ്യാപകരോട് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് വിജിലൻസ് ചോദ്യം ചെയ്തപ്പോൾ ഒരു ഉദ്യോഗസ്ഥന്റെ പേരാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. ഏത് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ കൈക്കൂലി ആവശ്യപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങൾ ഈ ഭിന്നശേഷി സംവരണ സീറ്റുകളുണ്ടല്ലോ, ആ സീറ്റുകളിൽ ജോലി നേടാൻ വേണ്ടി വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന സംഘമുണ്ട്. കോഴിക്കോട് കുറ്റ്യാടി കേന്ദ്രീകരിച്ചാണ് ആ സംഘം പ്രവർത്തിക്കുന്നത്. നമ്മള് അങ്ങനെ ചെയ്താല് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ? പ്രോപ്പറായിട്ടൊരു അന്വേഷണം വന്നു കഴിഞ്ഞാല് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ആൾക്കാർ കുടുങ്ങില്ലേ? ബോർഡിനത് ഉറപ്പിക്കാണ്ട് അവർക്ക് തിരിയില്ലാണോ? പേരാമ്പ്ര സ്വദേശിയായ അധ്യാപകൻ വിൻസിൻ കുറ്റ്യാടി സ്വദേശിയായ ഇടനിലക്കാരനുമായി നടത്തിയ ഫോൺ സംഭാഷണമാണിത്. എല്ലാം സുരക്ഷിതമാണെന്നും പണം തന്നാൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നുമാണ് ഉറപ്പ്. ഇവർ പറയുന്ന വടകരയുള്ള ഒരു ഹോസ്പിറ്റലിൽ നേരിട്ട് പോയിട്ട് അവിടുത്തെ ഡോക്ടേഴ്സ് 10-20 വർഷം മുമ്പ് നമ്മൾ ഭിന്നശേഷിക്കാരാണ് എന്ന സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഇവര് മെഡിക്കൽ ബോർഡിന് വലിയ എമൗണ്ട് കൊടുക്കും. ഏകദേശം 5 ലക്ഷം രൂപയിലധികം മെഡിക്കൽ ബോർഡിന് കൊടുത്തിട്ട് ആ മെഡിക്കൽ ബോർഡ് നമുക്ക് വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് എയ്ഡഡ് സ്കൂളും ഗവൺമെന്റ് സർവീസിലും ജോലിയിൽ കയറാൻ എളുപ്പമാണ് എന്നാണ് നമുക്ക് പറഞ്ഞത്. അന്വേഷണം വന്ന് പിടിക്കപ്പെടുമോ എന്ന ഭയമുണ്ടെങ്കിൽ ഏതെങ്കിലും ഭിന്നശേഷി സംഘടനയുടെ തലപ്പത്ത് പ്രവർത്തിക്കണമെന്ന് ഉപദേശം. ഭരിക്കുന്നവരെയും ഭരിക്കപ്പെടുന്നവരെയും വേർതിരിക്കുന്ന ബാരിക്കേഡുകൾ അണിനിരക്കുന്ന തലസ്ഥാനം. ഈ റിപ്പോർട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. വാഴ്ചയുടെയും വീഴ്ചയുടെയും കഥ പറയുന്ന അധികാരത്തിന്റെ ഇടനാഴികൾ, അടിച്ചമർത്തലിന്റെ ലാത്തികൾ, ഫയലിൽ ദ്രവിക്കുന്ന ജീവിതങ്ങൾ, ഋതുഭേദങ്ങളിൽ ഒളിപ്പിച്ച പിതൃഘടികാര സമയങ്ങൾ, ഇന്നലെകളുടെ ഊറ്റം കാവൽ നിൽക്കുന്ന നാൽക്കവലകൾക്കിടയിലൂടെ തിരക്ക് കൂട്ടിയോടുന്ന നഗരം, സമരവും ജീവിതവും. شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا. കാഴ്ചയ്ക്ക് ഒരു കുഴപ്പവുമില്ലാതിരുന്ന അധ്യാപിക പെട്ടെന്നൊരു ദിവസം ഭിന്നശേഷിക്കാരിയായി. ഇത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ മാത്രം കഥയാണ്. സ്വന്തം ജീവിതത്തോട് സമരം ചെയ്ത് അതിജീവിക്കുന്ന ഭിന്നശേഷിക്കാരെ മറയാക്കി സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്കും ഇതുപോലെ വ്യാജന്മാർ കടന്നുകൂടിയിട്ടുണ്ട്. നമ്മൾ അവസരം കൊടുക്കാതെ ലോകത്തൊരാൾക്കും നമ്മളെ ചതിക്കാനാവില്ല. പോട്ടടാ, ഓർത്തോണ്ടിരുന്ന സങ്കടം വരും. ഏറ്റവും നന്നായി കൺവിൻസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഏറ്റവും ഈസിയായിട്ട് പറ്റിക്കാനും പറ്റും.